എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സത്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇനി എത്ര ദുഷ്ട മനുഷ്യരാണെങ്കിലും ശരിക്കും ഒരാളുടെ മരണ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ഒരു മാനസികമായിട്ടൊരു വിഷമം തോന്നും. അയ്യോ കഷ്ടം, പാവം, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ ഒരാളുടെ മരണം കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു വിഷമം തോന്നിയില്ലെങ്കിൽ സാധാരണ തോന്നാതിരിക്കുന്നത് തീവ്രവാദികളൊക്കെ മരിക്കുമ്പോഴാണ്. തീവ്രവാദികളൊക്കെ മരിക്കുമ്പോൾ നമുക്കതിൽ ഒരു വിഷമവും തോന്നുന്നില്ല. കാരണം അവരെ ഇനി എത്ര വെടി വച്ച് അവരെ കൊന്നു എന്നറിഞ്ഞാലും ഭയങ്കര സന്തോഷം തോന്നും. തീവ്രവാദിയല്ലേ. കാരണം ഒരു തീവ്രവാദി എന്ന് വെച്ചാൽ മനുഷ്യനെ, മറ്റുള്ളവരുടെ മരണം ആഗ്രഹിക്കുന്നവരാണ് തീവ്രവാദികൾ. ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ ചുട്ടരിക്കുന്നവരാണ്. അപ്പോൾ അവർ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല. എനിക്ക് ഒട്ടും തോന്നില്ല. അപ്പോൾ ശരിക്കും നമ്മുടെ രാജ്യത്തുള്ള ഒരാൾ മരിക്കുന്നതിൽ, എന്നാൽ അയാൾ തീവ്രവാദിയാണോ എന്ന് ചോദിച്ചാൽ തീവ്രവാദിയൊന്നും അല്ല. എന്നാൽ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ സന്തോഷം തോന്നണം എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും അല്ലേ. ഒരാൾക്കോ രണ്ടാൾക്കോ മൂന്നാൾക്കോ പത്താൾക്കോ ആണ് സന്തോഷം തോന്നുന്നതെങ്കിൽ നമുക്ക് കരുതാം ആ ആളുടെ ശത്രുക്കളായിട്ടുള്ള ആൾക്കായിരിക്കും സന്തോഷം തോന്നുന്നത് ശത്രുതയുള്ള ആളുകളായിരിക്കും എന്ന് ചിന്തിക്കും. എന്നാൽ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലുള്ള 3/4 ആളുകൾക്കും സന്തോഷം തോന്നണം എന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഗോവിന്ദച്ചാമിയെ രക്ഷപ്പെടുത്താനായിട്ട് തീവ്രമായിട്ട് പരിശ്രമിച്ച നമ്മുടെ ആളൂര് വക്കീലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. ആളൂര് വക്കീൽ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല എന്ന് മാത്രമല്ല, ഒട്ടും വിഷമം തോന്നിയില്ല. കാര്യം ഗോവിന്ദച്ചാമിയുടെ കേസിലൊക്കെ നമ്മുടെ സൗമ്യയുടെ അമ്മയുടെ കണ്ണുനീരും സങ്കടങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കേസിൽ വരുന്ന അത് ഈ പറയുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ക്രിമിനൽസിന് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീലാണ്. എന്നാൽ പലരും ചോദിക്കും, ക്രിമിനൽസിന് വേണ്ടിയിട്ട് വാദിക്കുന്നതിൽ എന്താ തെറ്റ്? ക്രിമിനൽസിന് വേണ്ടിയിട്ടും വാദിക്കാൻ ആൾ വേണ്ടേ? അങ്ങനെ വേണം. ഒരു വക്കീലിൻ്റെ സഹായം ആവശ്യമുള്ളത് കൊണ്ടല്ലേ അവർക്ക് ഒരു വക്കീലില്ലാത്ത പക്ഷം കോടതി തന്നെ ഒരു വക്കീലിനെ കൊടുക്കുന്നത്. അപ്പോൾ അത്തരക്കാർക്കും വക്കീലിന് ആവശ്യമുണ്ടെന്ന് പറയും. ആണ്. പക്ഷേ ഇദ്ദേഹം എടുക്കുന്ന കേസുകളുടെ ഒരു വ്യത്യസ്തതയെന്ന് പറഞ്ഞാൽ അത്രത്തോളം ക്രിമിനൽസിന് വേണ്ടിയിട്ട്, ചിലപ്പോൾ ഒരു പെൺകുട്ടിയെ വളരെ പൈശാചികമായിട്ട് പീഡിപ്പിച്ച് കൊന്നവനായിരിക്കും, ചിലപ്പോൾ ക്രൂരമായിട്ട് കൊലപാതകത്തിൽ ഏർപ്പെട്ടവനായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇയാൾ വക്കീലൊക്കെയാണ്, ഇയാളുടെ ജോലി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അത്തരത്തിൽ ഇയാൾ വാദിച്ച് ആ ഒരു മനുഷ്യർക്ക് വേണ്ടി വാദിച്ച് അതിൽ ചിലപ്പോൾ വിജയമൊക്കെ കണ്ടെത്തുമ്പോൾ ആ എതിർ ഭാഗത്ത് നിൽക്കുന്ന ആളിൻ്റെ മനസ്സ് എന്തുമാത്രം ഒരുങ്ങുന്നുണ്ടായിരിക്കും, അവരെന്തുമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും അവരുടെ മനസ്സ് ദൈവത്തിങ്കലെത്തും സങ്കടം കൊണ്ട്. അപ്പോൾ അതിൻ്റെ ശിക്ഷ ആരായാലും അനുഭവിക്കേണ്ടി വരും അല്ലേ. ഈ ആളൂര് വക്കീലിന് വൃക്ക സംബന്ധിക്കുന്ന അസുഖമായിരുന്നു എന്നാണ് കേൾക്കുന്നത്. പിന്നീട് ഇദ്ദേഹത്തിന് 53 വയസ്സ് മാത്രമാണ് പ്രായം ഉണ്ടായിരുന്നത് ഈ മരിക്കുന്ന സമയത്ത്. ശരിക്കും ആ ഒരു സൗമ്യയുടെ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അവരതിനകത്ത് പറയുന്നുണ്ടായി അവർ പല സാഹചര്യങ്ങളിലും ഇദ്ദേഹം ഒന്ന് മരണപ്പെട്ടിരുന്നു എങ്കിൽ എന്ന് പലവട്ടം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, ശരിക്കും ഇയാൾ അർഹിക്കുന്നത് തന്നെയാണല്ലോ. ഇയാൾ ഇത്രയേറെ പണം സമ്പാദിച്ചു വെച്ചു, ഒരുപാട് സമ്പാദിച്ചു. പക്ഷേ അതിൽ എന്തെങ്കിലും അദ്ദേഹത്തിന് അനുഭവിക്കാനുള്ള ഒരു എന്താണ് പറയുന്നത്, അനുഭവിക്കാനുള്ള ഒരു അവസ്ഥ ദൈവം കൊടുത്തോ? 53 വയസ്സ് വരെ മാത്രമേ അദ്ദേഹത്തിന് ജീവിതം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 53 വയസ്സ് കൊണ്ട് ഒടുങ്ങിപ്പോയി എന്നത് വളരെ ശ്രദ്ധിച്ച് പറയത്തക്ക ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും നമ്മളെല്ലാവരും പലപ്പോഴും ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ടൊക്കെ ഇയാൾ വന്ന് വാദിക്കുന്ന സമയത്തൊക്കെ ഇയാളൊന്ന് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ നാശം പിടിച്ചവൻ എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഇങ്ങനെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിച്ചവർ ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല ഇത്ര പേരുണ്ടാവുമെന്ന്. ഇനി അഥവാ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെക്കാളും താഴെയുള്ള ക്രിമിനൽസ് ആയിരിക്കും അങ്ങനെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ മനസ്സിൽ യാതൊരു തരത്തിലുള്ള മനുഷ്യത്വവും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളവന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ വിലപിക്കാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളി എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ പറഞ്ഞതിൽ എവിടെയൊക്കെയോ ഈ പറയുന്ന ആളൂരാൻ എന്ന് പറയുന്ന ഈ ഒരു വക്കീലിന് വെള്ള പൂശാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും ഈ ആളൂര് മരിച്ചതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മരണപ്പെട്ടതിനെ പറ്റിയിട്ട് ഇട്ടിരിക്കുന്ന കമൻറ്റുകൾ എടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പലരും അദ്ദേഹം മരിച്ചത് നന്നായി, മരിച്ചു എന്ന് പറയേണ്ട, ചത്തുപോയി എന്ന് പറയണം, അങ്ങനെ ഒരു ദുഷ്ടം പോയി, അവനത് ആവശ്യം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇട്ട കമൻറ്റുകൾ ഇദ്ദേഹം വായിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ചാൽ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ജോലിയാണ് അദ്ദേഹം ചെയ്തത്. ക്രിമിനൽസിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു വക്കീലാണ് അദ്ദേഹം. ക്രിമിനലുകൾക്കും വാദിക്കാൻ വേണ്ടി ആൾ വേണ്ടേ? പിന്നെ ഇദ്ദേഹം ചെയ്യുന്ന ജോലി, ഏറ്റെടുക്കുന്ന ജോലി അത്രത്തോളം ഇതിൽ ഉത്തരവാദിത്വത്തോടു കൂടി അദ്ദേഹം ചെയ്യുന്നത് അത് അദ്ദേഹത്തിൻ്റെ ജോബാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ ശരിക്കും ഇങ്ങനെ പ്രാകുകയും തെറിവിളിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ വെള്ള പൂശാനാണ് മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലെ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ആ ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്നിട്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ വന്ന ബാഡ് കമൻറ്റുകളോട് അദ്ദേഹം ഒട്ടും യോജിക്കുന്നില്ലാത്തത് പോലെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെയൊന്നും ഇയാൾ മരിച്ചതിനെ പറ്റിയിട്ട് പറഞ്ഞതിൽ എനിക്കൊരു വിഷമവും തോന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായി തന്നെ പറയണമല്ലോ നമ്മൾ. അപ്പോൾ അത്രത്തോളം ദുഷ്ടത്തരങ്ങൾ കാണിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ ആളൂരാൻ. എന്നാൽ ചോദിക്കുക അയാൾ എന്ത് ദുഷ്ടത്തരമാണ് കാണിച്ചിട്ടുള്ളതെന്ന്. അയാൾ ദുഷ്ടത്തരം കാണിച്ചിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവർക്ക് കൂട്ട് നിൽക്കുന്നത് എത്രത്തോളം പാപമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എത്രയോ പേർക്ക് വേണ്ടിയിട്ട്, ജിഷയ്ക്ക് വേണ്ടിയിട്ടും എനിക്ക് തോന്നുന്നു ഇദ്ദേഹമാണ്, ജിഷയുടെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിൽക്കുന്ന ആളിന് വേണ്ടിയിട്ട് ഇദ്ദേഹമാണ് വന്നത് അന്ന്. അതായത് പെരുമ്പാവൂരിൽ അത്രയും മൃഗീയമായിട്ട് കൊല്ലപ്പെട്ട ജിഷ മർഡർ കേസ് നമ്മളെല്ലാവരും ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. കേരളത്തിലുള്ള എല്ലാ ജനതയ്ക്കും ഓർമ്മയുള്ളൊരു സംഭവമാണത്. അപ്പോൾ ജിഷയ്ക്ക് വേണ്ടിയിട്ട് വാദിച്ചിരുന്ന ജിഷയുടെ ഓപ്പോസിറ്റ് നിന്നിരുന്ന ആളിന് വേണ്ടിയിട്ട് വാദിച്ചിരുന്നത് അഡ്വക്കേറ്റ് ആളൂരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു സമയത്ത് മാധ്യമങ്ങളൊക്കെ അതേക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കേട്ടിട്ടുള്ള ഒരു ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോൾ അത് കണക്ക് സൗമ്യയുടെ കേസ്, തീവണ്ടിയിൽ സഞ്ചരിക്കുന്ന പെൺകുട്ടിയെ അത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിട്ടിട്ട് മൃഗീയമായിട്ട് അതിനെ റേപ്പ് ചെയ്തു എന്ന് മാത്രമല്ല, തലയ്ക്കോ മറ്റോ ചുടുകട്ടയോ കരിങ്കല്ലോ ഏതാണ്ട് വെച്ച് ഇടിച്ചു. ആ മുറിവിൽ നിന്നും രക്തം വാർന്നു വരുന്ന ആ ഒരു സമയത്ത് തന്നെ അതിനെ അതിക്രൂരമായി അതിമൃഗീയമായിട്ട് പീഡിപ്പിച്ച ഒരു ദുഷ്ടനാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന ഭിക്ഷക്കാരനായ ഗോവിന്ദച്ചാമി. ഈ ഒരു ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിക്കാൻ വന്ന ആളാണ് ഈ അഡ്വക്കേറ്റ് ആളൂര്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു ഗോവിന്ദച്ചാമിക്ക് ഉള്ള സമ്പാദ്യത്തെക്കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല. ഇദ്ദേഹത്തിന് ശരിക്കും ഇദ്ദേഹം കോടതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഭീമമായ തുക കൈപ്പറ്റുന്ന ഒരു അഡ്വക്കേറ്റാണ് ഇദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനുള്ള പൈസയൊക്കെ ആരാണോ ഇറക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും അത്രയും രീതിയിൽ ഇപ്പോൾ സ്വന്തം ഒരു മകളെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു മകനെ നഷ്ടപ്പെടുന്ന ആ ഒരു മാതാപിതാക്കൾക്കും അവരുടെ സഹോദരങ്ങൾക്കുമേ അറിയൂ അവരനുഭവിക്കുന്ന വേദനയുടെ തീക്ഷണത എത്രത്തോളം ആണ് എന്നൊരു കാര്യം. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് പ്രതിക്ക് വേണ്ടി വന്ന് വാദിച്ച് അവിടെ ജയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന വാദിയുടെ ആളുകൾക്ക് ആ മക്കളെ നഷ്ടപ്പെട്ട ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഹൃദയം എന്തുമാത്രം ദൈവത്തിങ്കിലേക്ക് എത്തപ്പെടും എന്ന് ഒന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ അതുപോലെ ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ തട്ടിയുള്ള ശാപവാക്കുകളാണ് ഈ 53-ാമത്തെ വയസ്സിൽ ഇങ്ങേരക്ക് ഭൂമി വിട്ട് പോകേണ്ടി വന്നത്. ഇത്രയും നാളും കേസിൽ ഇറങ്ങിത്തിരിച്ച് ഈ ദുഷ്ടന്മാർക്ക് വേണ്ടി വാദിച്ച് ഉണ്ടാക്കിയ പണമൊക്കെ എവിടെ പോയി?
അത് അനുഭവിക്കാനുള്ള യോഗം ഈശ്വരൻ അയാൾക്ക് കൊടുത്തോ? ഇല്ല, ഒരിക്കലും കൊടുത്തില്ല. എനിക്കതിൽ ഈ പറയുന്ന പോലെ ഷാജൻ സ്കറിയെ പോലെ വന്ന് വെളുപ്പിക്കാനുള്ള വെളുപ്പിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത് ഇയാൾ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ച് തലയ്ക്ക് മീതെ നിൽക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കുന്നത് അറിയുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. കാരണം നമുക്ക് അറിയില്ല, മരണപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില വിശ്വാസങ്ങളും രീതികളും ഉണ്ട്. അപ്പോൾ അതിൽ വച്ചിട്ട് പറയുകയാണ്, അദ്ദേഹം അറിയുന്നുണ്ടെങ്കിലും ശരി, ഇതുപോലെ ഒരു ദുഷ്ടനെ ഇത്രയും നാളും അയാൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയി അഡ്വക്കേറ്റ് ആളൂരാൻ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ അയാളെ അറിയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ സൗമ്യയുടെ കേസിൽ വാദിക്കാൻ വന്ന ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് ആളൂരാൻ എന്ന് പറയുന്ന ആ ഒരു പേര് കേട്ടിട്ടുണ്ടായിരുന്നത്. ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും അദ്ദേഹം അതിൽ അനായാസം അദ്ദേഹം ജയിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എനിക്കതേക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു മാതാപിതാക്കളുടെ ഹൃദയം എത്രത്തോളം വേദനിക്കും. നമ്മൾ സാധാരണക്കാർക്ക് ഒരു പക്ഷേ കേസിനൊക്കെ പോകുമ്പോൾ, കേസും കൂട്ടത്തിനൊക്കെ പോകുമ്പോൾ അവരുടെ കയ്യിൽ അർഹിക്കുന്ന പണമൊന്നും ഉണ്ടാവില്ല. അവർക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു അഡ്വക്കേറ്റിനെ ആയിരിക്കും അവർ വെക്കുന്നത്. ചിലപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതുകൊണ്ട് ചിലപ്പോൾ കോടതി തന്നെ കൊടുക്കുമായിരിക്കും ഒരു വക്കീലിനെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഈ ആളൂരാനെ പോലുള്ള ഒരു വക്കീൽ കേസ് ഏറ്റെടുത്ത് ആ ഒരു കേസിൽ വിജയിക്കുമ്പോൾ അവിടെ വേദന തിന്നുന്നത് ആ ഒരു ചൂഷണത്തിന് ഇരയാക്കിയ വ്യക്തിക്ക് നീതി ലഭിക്കുന്നില്ല എന്നൊരു കാരണമാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾക്കാണ് മുഖ്യം. കഴിവുള്ളൊരു വക്കീലിന് വേണമെങ്കിൽ ആനയെ ചേനയാക്കി മാറ്റാൻ കഴിയുമെന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന വളരെ വേദനയോടുകൂടി മക്കളെ നഷ്ടപ്പെട്ട് അലമുറയിട്ട് കരഞ്ഞ് പറ്റുന്ന രീതിയിലൊക്കെ അവർക്ക് ശരിക്കും ഏതൊരു പാരൻസിനും, ഞാൻ സാധാരണപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത്, ഒരു മകളെയോ മകനെയോ നഷ്ടപ്പെടുമ്പോൾ ഒരു കേസിന് പോകാൻ പോലും നിവൃത്തിയില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ കോടതി കൊടുക്കും ഒരു വക്കീലിനെ. ആ ഒരു വക്കീലിനേക്കാളും ഡബിൾ പവറുള്ള ഈ പറയുന്ന ആളൂരാനെ പോലുള്ള ഒരു അഡ്വക്കേറ്റ് വരുമ്പോൾ അവർക്ക് അവരുടേതായ ഭാവനയിൽ തെളിവുകൾ നിരത്താൻ അവർക്ക് സാധിക്കും. അതിനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ ശരിക്കും ഇവിടെ തോൽക്കുന്നത് സത്യമാണ് തോൽക്കുന്നത്. സത്യം തോൽക്കുന്നു, കളവ് ജയിക്കുന്നു. അതാണ് ഇവിടെ സംബന്ധിക്കുന്നത്. അപ്പോൾ ആ ഒരു മാതാപിതാക്കളുടെയൊക്കെ മനസ്സിൻ്റെ നീറ്റൽ ശാപവചനങ്ങളായിട്ട് വരും. അത്തരത്തിലുള്ള ശാപവചനമാണ് ഈ ആളൂരാൻ എന്ന് പറയുന്ന ആ ഒരു അഡ്വക്കേറ്റിൻ്റെ തലയ്ക്ക് മീതെ വാളായിട്ട് വന്നു നിന്നത്. രോഗത്തിൻ്റെ രൂപത്തിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. കിഡ്നി പോലുള്ള ഇപ്പോൾ നമ്മൾ അറിയാൻ സാധിച്ചത് വൃക്ക രോഗം മൂലം ഇദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. ശരിക്കും വൃക്കയ്ക്ക് തകരാറാവുമ്പോൾ പകരം വൃക്ക വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന് ആ ഒരു രോഗാവസ്ഥ മാറിയെങ്കിൽ അത് ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക്, അതും എത്ര പണം വേണമെങ്കിലും വാരി എറിഞ്ഞ് ചികിത്സിക്കാനുള്ള കഴിവുള്ള ആളൂരാൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റിന് ഈ ഒരു രോഗം വന്നിട്ട് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കളിയാണത്. ഈ 53-ാമത്തെ വയസ്സിൽ ഉണ്ടാക്കി വച്ച പണങ്ങളൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായില്ല എങ്കിൽ, വെറും 53 വയസ്സ് വരെ മാത്രമല്ലേ അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിച്ച നിയമപുസ്തകത്തിലുള്ളത് വളച്ചൊടിച്ച് കോടതിയിൽ വിജയം കാണുമ്പോൾ ഇദ്ദേഹം അതിനു വേണ്ടിയിട്ട് സമാഹരിച്ച, അല്ലെങ്കിൽ അദ്ദേഹം കള്ളക്കേസുകൾ വാദിച്ച് ജയിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി വെച്ച പണങ്ങളൊക്കെ എങ്ങോട്ട് പോയി? അത് അനുഭവിക്കാനുള്ള യോഗം ദൈവം കൊടുത്തില്ല അല്ലേ? കാരണം അത്രയേറെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ ഹൃദയം നുറുങ്ങുന്ന ആ ഒരു ശാപവചനങ്ങൾ ഇയാൾക്ക് മേതെ ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ അവിടെ പറയുന്നത്. അല്ലാണ്ട് സാജൻ സ്കറിയ എന്ന് പറയുന്ന അദ്ദേഹം ഒരു വലിയ മാധ്യമപ്രവർത്തകനാണ്. അതിലൊന്നും നമുക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് പോലെ ആളൂരാൻ എന്ന് പറയുന്ന ഒരു വക്കീലിനെ വെളുപ്പിക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല. മരണപ്പെട്ടതിൽ ഒരു ദുഃഖവുമില്ല, എനിക്കൊരു ദുഃഖവുമില്ല. സത്യം പറയാലോ, ശരിക്കും ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ആളല്ല. ഒരാളുടെ മരണത്തിലും അതുപോലെ തന്നെ
രോഗാവസ്ഥയിലുമൊക്കെ വളരെ വിഷമം തോന്നുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആളൂരാൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്കൊരു വിഷമവും തോന്നുന്നില്ല. എനിക്ക് തോന്നിയിരുന്നു സൗമ്യ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ അമ്മയുടെ കണ്ണുനീര് ശരിക്കും അതാണ് ഈ പറയുന്ന ഇയാളുടെ തലയിൽ വാളായിട്ട് വന്നതെന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും ഇയാളെ പോലുള്ള ഒരാൾക്ക് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ദുഷ്ടന് വേണ്ടിയിട്ട് വാദിക്കാൻ വരാൻ തോന്നിയല്ലോ, അത് തന്നെ അയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. ഇത്രയും വലിയ ക്രിമിനൽസാണ് അയാൾ എന്നറിഞ്ഞിട്ട് ആ സമയത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, പലരും ശാപവചനങ്ങളായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതി വെക്കുന്നത് കണ്ടിട്ടുള്ള ഒരു ഓർമ്മയുണ്ടായിരുന്നു. ശരിക്കും ഇയാളുടെ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ ഇയാളെ വാദിക്കാൻ ഈ ദുഷ്ടനെ വെളുപ്പിക്കാനായിട്ട് വരുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട്. കേസ് ജയിക്കുന്നോ തോക്കുന്നതോ എന്നുള്ളതിലല്ല കാര്യം. അത് ഏത് കേസായാലും അവർക്ക് ഇത്രയും ക്രൈം ചെയ്ത ഒരാൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വരാൻ തോന്നുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ആളൂരാൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിൻ്റെ മരണത്തിൽ തെല്ലും വിഷമമില്ല. അത് ഞാനിവിടെ എൻ്റെ ചാനലിൽ വന്നിട്ട് അറിയിക്കുകയാണ്. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്നിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. തെറി വിളിക്കാൻ താല്പര്യമുള്ളവർക്ക് തെറി വിളിക്കാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ തെറിയുടെ അളവ് കൂടിപ്പോയാൽ പ്രശ്നമാണ്, ബ്ലോക്ക് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. തെറി വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് പുഴുത്ത തെറി വിളിച്ചിട്ട് പോകുന്നുള്ളതൊന്നും അതിനർത്ഥമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അത് ഇത്തിരി രൂക്ഷമായ ഭാഷയായാലും തെറി വരരുത് ഇവിടെ കമൻറ്റ് ബോക്സിൽ. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.